വർക്കലയിൽ മോഷണക്കേസിലെ പ്രതി കസ്റ്റഡിയിൽ മരിച്ചു. നേപ്പാൾ സ്വദേശി രാംകുമാറാണ് കസ്റ്റഡിയിലിരിക്കെ മരിച്ചത്. 48 വയസ്സായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. വർക്കലയിൽ വീട്ടുകാരെ മയക്കി കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് രാംകുമാർ. ആഹാരത്തിൽ ലഹരി പദാർത്ഥം കലർത്തി വീട്ടുകാരെ മയക്കിയ ശേഷം സ്വർണവും പണവും കവർന്ന് നേപ്പാൾ സംഘം രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെടുന്നതിനിടെ വീണ് പരിക്കേറ്റ് ഒരാളെയും സമീപത്ത് ഒളിച്ചിരുന്ന മറ്റൊരാളെയും നാട്ടുകാർ പിടികൂടുകയായിരുന്നു. ഇതിലൊരാളാണ് രാംകുമാർ. മോഷണം മുതലടങ്ങിയ ബാഗ് ഇവരുടെ പക്കലായിരുന്നതിനാൽ സ്വർണവും പണവും നഷ്ടമായില്ല. മോഷണം നടന്ന വീട്ടിൽ 2 ആഴ്ച മുൻപ് ജോലിക്കെത്തിയ നേപ്പാൾ സ്വദേശിനി സോഖില എന്ന യുവതി ഉൾപ്പെടെ സംഘത്തിൽപ്പെട്ട 3 പേരെ പിടികൂടാനുണ്ട്. സ്ത്രീകൾ മാത്രമുണ്ടായിരുന്ന ഹരിഹരപുരം LP സ്കൂളിന് സമീപത്തെ ലൈംവില്ല വീട്ടിലാണ് മോഷണം നടന്നത്. ശ്രീദേവി അമ്മ, മരുമകൾ ദീപ R ചന്ദ്രൻ, വീട്ടിലെ ഹോം നഴ്സായ സിന്ധു എന്നിവരെയാണ് ബോധം കെടുത്തിയത്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവർ സുഖം പ്രാപിച്ചു വരുന്നു. നേപ്പാൾ സ്വദേശികളായ രാംകുമാർ, ജനാർദ്ദന ഉപാധ്യായ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വീട്ടുജോലിക്കുണ്ടായിരുന്ന യുവതി രാത്രി ഭക്ഷണത്തിൽ ലഹരി കലർത്തി വീട്ടുകാർക്ക് നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാത്രി 11ഓടെയാണ് സംഭവം. ശ്രീദേവി അമ്മയുടെ മകൻ ബംഗളൂരിൽ നിന്ന് രാത്രിയിൽ പലതവണ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് അമ്മയെയും ഹോം നഴ്സിനെയും വിളിച്ചപ്പോൾ അവരും ഫോൺ എടുത്തില്ല. ഇതോടെ സംശയം തോന്നി സമീപവാസിയായ ബന്ധുവിനെ വിവരം അറിയിച്ചു. ബന്ധു ഈ വീട്ടിലെത്തുമ്പോൾ ഗേറ്റും വാതിലും തുറന്ന നിലയിലായിരുന്നു. ചിലർ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതും കണ്ടു. വീടിനുള്ളിൽ കയറി നോക്കുമ്പോൾ വീട്ടുകാർ ബോധരഹിതരായ നിലയിലായിരുന്നു. വീട്ടുജോലിക്കാരിയെ കണ്ടതുമില്ല. പോലീസിൽ വിവരമറിയിച്ച ആംബുലൻസിൽ വീട്ടുകാരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ദീപയുടെ മുറിയുടെ വാതിൽ കുത്തി തുറന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പിൻഭാഗത്തു നിന്ന് മോഷ്ടാക്കളിൽ ഒരാളെ കണ്ടെത്തിയത്. രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മതിലിന് മുകളിലെ കമ്പിയിൽ കാൽ കുരുങ്ങി വീണ് പരിക്കേറ്റിരുന്നു ഇയാൾക്ക്. 35,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് ഇയാളിൽ നിന്ന് കണ്ടെത്തി. സമീപത്ത് ഒളിച്ചിരുന്ന ഒരാളെ കൂടി പുലർച്ചെ 4 മണിയോടെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോൾ 4 പേരടങ്ങുന്ന സംഘം ഇവിടെ കറങ്ങി നടന്നിരുന്നതായി കണ്ടെത്തുകയായിരുന്നു. പിടിയിലായവരെ ചോദ്യം ചെയ്തപ്പോൾ സോഖിലയുടെ സുഹൃത്തായ അഭിഷേക് എന്നയാളാണ് മോഷണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസിന് വ്യക്തമായി. ഇതോടെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കി. പിന്നെ രാത്രി തന്നെ ഒരുത്തനെ ഇവിടെ അടുത്ത് തന്നെ വീടിൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മതിൽ ചാടിയ സമയത്ത് കമ്പിയിൽ കുരുങ്ങി കാല് കുരുങ്ങിയിട്ട് വീണായിരുന്നു അവിടെ. അങ്ങനെ അവനെ രാത്രി തന്നെ കിട്ടിയായിരുന്നു ഒരാളെ. പിന്നെ രാത്രി മൊത്തം നമ്മളെല്ലാവരും ഇവിടെ മൊത്തം റൗണ്ട് ചെയ്ത് നിരീക്ഷിച്ചതാണ്. അതിനുശേഷം വെളുപ്പിന് ഒരാളെ കൂടെ കിട്ടി.